കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കുരിശിന്റെ വഴി തീർത്ഥാടന കേന്ദ്രമാണ് വാഗമണ്ണിലെ കുരിശുമല. വലിയ നോമ്പുകാലത്തും പുതുഞാറാഴ്ചയിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. 120 വർഷത്തോളമായി വിശ്വാസികൾ ഇവിടെ മല കയറുന്നു. ഈശോയുടെ പീഡാനുഭവങ്ങൾ 14 സ്ഥലങ്ങളിലായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറുമ്പോൾ ഭാഗികമായ ദണ്ഡവിമോചനമാണ് ലഭിക്കുന്നത്.
കർത്താവിന്റെ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. 1904 ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, നോമ്പുകാലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ആദ്യം കുരിശിൻ്റെ വഴി നടത്തപ്പെടുന്നത്. കുരിശുമലയുടെ നേരെ താഴ്ഭാഗത്തുള്ള പള്ളിയിൽ, മണിയകുന്ന് എന്ന് പറയുന്ന പള്ളിയിൽ, അവിടുത്തെ മഠത്തിൽ ധ്യാനിപ്പിക്കാനായിട്ട് വന്ന അച്ഛൻ ഈ മലമുകളിലൊരു ദിവ്യപ്രകാശം കാണുകയും അച്ഛന് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കുരിശ് നൽകിക്കൊണ്ട്, കുരിശും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഒരു കാശരൂപവും നൽകിക്കൊണ്ട് അത് മലമുകളിൽ സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയായിട്ട് വന്ന് പ്രാർത്ഥിച്ച് ആ കുരിശ് സ്ഥാപിക്കുകയാണ്. ഇന്നിവിടെ കുരിശുമായി നിൽക്കുന്ന ഈശോയുടെ രൂപം സമാപന സ്ഥലത്ത് അവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരുന്നത്. അദ്ദേഹം ആ കുരിശ് അവിടെ വെച്ചിട്ട് അല്പം വിശ്രമിക്കാനായിട്ട് പോയി തിരികെ വന്ന് ഇപ്പോൾ കുരിശ് എടുക്കാൻ സാധ്യമല്ലാതെ വന്നു. അങ്ങനെയാണ് അവിടെയുള്ള പാറയുടെ വിടവിൽ ആ കുരിശ് സ്ഥാപിക്കുന്നത്. പിന്നീട് അവിടെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രൂപം, ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന രൂപം ആ കുരിശിൻ്റെ മുകളിലായിട്ട് സ്ഥാപിക്കുന്നത്. കുരിശിൻ്റെ കാശരൂപവും ഈ രൂപത്തിൻ്റെ അടിയിൽ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ രൂപം സ്ഥാപിക്കപ്പെടുന്നത്. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള യേശുവിന്റെ പീഡാനുഭവ യാത്രയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. 2020-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഗാഗുൽത്തായിൽ യേശു കുരിശുമരണം വരിച്ചത് ദൈവമക്കളുടെ പാപപരിഹാര ബലിയായാണ്. പാപമില്ലാത്തവനായിരുന്നിട്ടും ദൈവമക്കളുടെ പാപം ഏറ്റെടുത്ത് ഈശോ മരണത്തിന് വിധിക്കപ്പെട്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് വെളിച്ചമായി വന്ന ഈശോയെ തീവ്രവേദനയിൽ മുഴുകി ഗത്സമൻ തോട്ടത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി ഇറ്റുവീഴതിനെ ഞങ്ങൾ സ്മരിക്കുന്നു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് ചുംബനത്താൽ അങ്ങേ ഒറ്റിക്കൊടുത്തപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. പ്രധാന ശിഷ്യനായ പത്രോസ് 3-ാം തവണയും അങ്ങേ തള്ളിപ്പറഞ്ഞപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. ശത്രുക്കൾ വൈരാഗ്യത്തോടെ തിരുശരീരത്തിൽ ചമ്മട്ടികളാൽ അടിച്ചപ്പോൾ മാംസവും രക്തവും ചിതറിത്തെറിച്ച് ഈശോയെ അങ്ങ് അനുഭവിച്ച തീവ്രവേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. വിഷമുള്ളുകളാൽ പ്രത്യേകം തയ്യാറാക്കിയ മുൾക്കിരീടം തലയിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ഈശോയെ അങ്ങ് സഹിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. കാവൽ നിന്നിരുന്നവർ അവിടുത്തെ കണ്ണുകൾ മൂടിക്കെട്ടി മുഖത്തടിക്കുകയും തുപ്പുകയും യഹൂദരുടെ രാജാവെ നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് അങ്ങയെ ജനക്കൂട്ടം ഒന്നടങ്കം അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. ജനക്കൂട്ടത്തിന്റെയും പുരോഹിത പ്രമുഖന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് നിരപരാധിയായി അങ്ങയെ കുരിശുമരണത്തിന് വിധിച്ചപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച മനോവേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. ചാട്ടവാറുകൊണ്ടുള്ള അടിയും ജനങ്ങളുടെ പരിഹാസവും ഏറ്റുവാങ്ങി കുരിശു ചുമന്നപ്പോൾ ഈശോയെ അങ്ങ് അനുഭവിച്ച വേദനയെ ഞങ്ങൾ സ്മരിക്കുന്നു. മനുഷ്യപാപങ്ങളുടെ ഭാരമായി കുരിശു ചുമന്നപ്പോൾ അങ്ങയുടെ തിരുത്തോളിലുണ്ടായ ആഴമേറിയ മുറിവിനെ ഞങ്ങൾ സ്മരിക്കുന്നു. ദുസ്സഹമായ പീഡനത്താൽ രക്തം വാർന്ന് ക്ഷീണിച്ച് തളർന്ന് കുരിശുമായി പലതവണ കല്ലുകൾ നിറഞ്ഞ വഴികളിൽ വീണപ്പോൾ അവിടുത്തെ ശരീരത്തിലുണ്ടായ മാരക മുറിവുകളെ ഞങ്ങൾ സ്മരിക്കുന്നു. കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോൾ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വേദനകൾ സഹിച്ച ഈശോയെ ഞങ്ങൾ സ്മരിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ പൊരിവെയിലിൽ 3 ആണികളാൽ തൂങ്ങപ്പെട്ട് രക്തമെല്ലാം വാർന്നൊഴുകി അതിതീവ്ര വേദന അനുഭവിച്ച് ഞങ്ങളുടെ പാവപരിഹാര ബലിയായി എന്റെ പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് മരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നു. ഗാഗുൽത്തായിലെ കുരിശിൽ രക്തം ചിന്തിയുള്ള ബലിയർപ്പണമാണ് നടന്നതെങ്കിൽ ദേവാലയങ്ങളിലെ ബലിപീഠത്തെങ്കിൽ ഈശോയുടെ പ്രതിപുരുഷന്മാരായ വൈദികർ രക്തം ചിന്താതെയുള്ള ബലിയർപ്പണമാണ് നടത്തുന്നത്. വിശുദ്ധ കുർബാന ആത്മാവിന്റെ ഭക്ഷണവും നിത്യജീവന്റെ അപ്പവുമാണ്. തന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മാരകമായി അവിടുന്ന് കുർബാന സ്ഥാപിച്ചു. തന്റെ പുനരാഗമനം വരെ അത് ആഘോഷിക്കുവാൻ തന്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയും അതിലൂടെ അവിടുന്ന് അവരെ പുതിയ നിയമത്തിലെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. ഭക്തിപൂർവ്വം കുരിശിന്റെ വഴിചൊല്ലി വാഗമൺ കുരിശുമല കയറിയ ഭരണങ്ങാനം അയ്യമ്പാറ ഇടവകകളിലെ വിശ്വാസികൾക്കായി ഫാദർ തോമസ് വാഴയിൽ, ഫാദർ ജിബിൻ ആനത്തോട്ടം എന്നിവർ ചേർന്ന് വിശുദ്ധ ബലിയർപ്പിച്ചു. വാഗമൺ ഇടവക വികാരി ഫാദർ ആന്റണി വാഴയിൽ സന്നിഹിതനായിരുന്നു.
ഈ കുരിശുമലയിൽ തോമാസ് ലീഹ കടന്നുപോയി എന്നൊരു ഐതിഹ്യം, എന്നൊരു ചരിത്രമുണ്ട്. അതായത് അരുവിത്ര പള്ളിയിലേക്ക് തോമാസ് ലീഹ വന്നത് ഇതുവഴിയായിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. മധുരയിൽ നിന്ന് തോമാസ് ലീഹ നാട് നോക്കി എന്നറിയപ്പെടുന്ന ഈ മല, ഇന്ന് വാഗമൺ കുരിശുമല എന്ന് അറിയപ്പെടുന്ന ഈ മലയുടെ പണ്ടുണ്ടായിരുന്ന പേരായിരുന്നു അത്. നാട് നോക്കി മലയിലൂടെ അരുവിത്രയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പൊന്നു തമ്പുരാന് തീർച്ചയായിട്ടും അതെല്ലാം നടത്തി തരുമെന്ന പ്രത്യാശയോടെ ഈശോയുടെ ഉയർപ്പിനായിട്ട് ഈശോയുടെ പീഡാനുഭവവും മരണവും ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. ഉദ്ധിതനായ യേശുവിനെ എനിക്ക് സ്വീകരിക്കണമെങ്കിൽ പീഡാനുഭവത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണമെന്ന ആ വലിയൊരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്